ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അന്മിയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, എപ്പോഴെങ്കിലും ഒരു മുട്ടയൊക്കെ താഴെ വീടുന്ന പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത് വൃത്തിയാക്കി എടുക്കാനൊക്കെ ഭയങ്കര ഒരു പാടായിരിക്കും അല്ലേ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് മുട്ട അത് ഇവിടെ ചാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ഉപ്പൊന്ന് ഉറയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇത് ഒരു സ്പോഞ്ച് വെച്ച് ഒന്ന് ഒറ്റയടിക്ക് അങ്ങ് തുടച്ചെടുക്കുകയാണ്. നമുക്ക് തുണി ഉപയോഗിച്ചും നമുക്കിത് തുടച്ചെടുക്കാം. മുട്ട പൊട്ടി താഴെ വീണിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കി എടുക്കാനൊക്കെ ഭയങ്കര ഒരു പാടാണല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട്, നമ്മൾ ഇതേപോലത്തെ മരത്തിൻ്റെ തവിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് എപ്പോഴും നമ്മൾ എടുക്കാത്ത തവിയൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ട്രേയിൽ വെച്ചേക്കായിരിക്കും. അത് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു പൂപ്പൽ പിടിച്ച പോലെയൊക്കെ ഇരിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ തവിയൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകി കഴിയുമ്പോൾ നമുക്കൊരു ഉണങ്ങിയ തുണിയൊക്കെ വെച്ച് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് നമുക്കത് എടുത്തു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അത് എല്ലാ തവിയിലും ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ഇത് കുറേ നാളത്തേക്ക് പൂപ്പലൊന്നും പിടിക്കാതെ നല്ല ഫ്രഷ് പോലെ തന്നെ ഇരിക്കും. നമ്മൾ പൊട്ടിച്ച വെളിച്ചെണ്ണയുടെ കവറൊക്കെ ഇല്ലേ, ആ ഒരു കവറിൽ ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാവും. ആ വെളിച്ചെണ്ണ ആയാലും നമുക്ക് ഇതിനകത്ത് പുരട്ടി കൊടുത്താൽ മതിയാവും. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിവിടെ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി, സവാളയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ തൊലി കളയുന്നത് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഉള്ളിയുടെ തൊലി കളയാറുണ്ട്. അപ്പോൾ അത് ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ളിയുടെ തൊലിയൊക്കെ പൊളിച്ചെടുക്കുകയാണ്. നല്ല ഈസി ആയിട്ട് ഉള്ളിയുടെ തൊലി പൊളിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഉള്ളിയുടെയൊക്കെ തൊലി കളയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ടല്ലോ. ഇതേപോലെ വിനാഗിരി ഇട്ടിട്ട് ഉള്ളിയുടെ തൊലി കളയുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരികയില്ല. എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള ഐലൈനർ, നെയിൽ പോളിഷ്, ഫൗണ്ടേഷൻ അതൊക്കെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ലാസ്റ്റ് തീരാറാവുമ്പോൾ അതിങ്ങനെ കട്ട പിടിച്ച് ഇരിക്കും. അപ്പോൾ നമ്മളത് കളയാണ് പതിവ്. ഇനി അങ്ങനെ കളയേണ്ട കാര്യമില്ല. നമുക്ക് ഇത് വെച്ചിട്ടൊരു ട്രിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ എൻ്റെ കയ്യിലിപ്പോൾ നെയിൽ പോളിഷോ ഫൗണ്ടേഷനോ ഒന്നും ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ ഐലൈനറാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ കുറച്ച് കട്ട പിടിച്ച പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ഐലൈനർ ഈ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കുറച്ച് നേരം ഒന്ന് ഈ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഞാൻ ഇതൊന്ന് എടുത്ത് നോക്കിയാണ്. അപ്പോൾ ഇത് നല്ല ലൂസായിട്ടുണ്ട്, നല്ല ലിക്വിഡ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുതൽ കട്ട പിടിച്ച ഐലൈനർ ഒന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. കുറച്ച് നാളും കൂടെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്തതായിട്ട്, നമ്മുടെ വീട്ടിലുള്ള ഇതേപോലത്തെ സെറാമിക് ബൗളുകൾ, പ്ലേറ്റുകൾ, പിന്നെ ഗ്ലാസ് ഒക്കെയാണ് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനകത്ത് കറി എടുക്കുന്ന പ്ലേറ്റൊക്കെ ആണെങ്കിൽ കുറച്ച് ഇങ്ങനെ മഞ്ഞ കറിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇതുപോലെ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഒരു കറ പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ അത് കളയുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 സെറാമിക്കിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പേസ്റ്റാണോ, ഞാനിപ്പോൾ സെൻസോഡൈനാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ ഏത് പേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അത് ഞാൻ കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ബൗളും ഇതേപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ കഴുകിയെടുക്കുന്നത് പോലെ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിപ്പോൾ കണ്ടു, ഇതിനകത്ത് കറകളൊക്കെ പോയിട്ട് നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. നമ്മളിത്
ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ബൗളൊക്കെ പുതിയതുപോലെ ഇരിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു 10 രൂപയുടെ ഒരു വിം ബാർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു 10 രൂപയുടെ വിം ബാർ കൊണ്ട് എത്ര ദിവസം നമുക്ക് പാത്രം കഴുകാൻ പറ്റും? കൂടിപ്പോയ ഒരു 6-7 ദിവസം പാത്രം കഴുകാൻ പറ്റും. ഈ ഒരു 10 രൂപയുടെ വിം ബാർ കൊണ്ട് നമുക്ക് ഒരു 2 ആഴ്ചയിൽ കൂടുതൽ പാത്രം കഴുകാനുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഈ ഒരു 10 രൂപയുടെ ഒരു വിം ബാർ ഞാനിങ്ങനെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ജോലി വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഈ ഒരു വിം ബാർ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 കപ്പോളം വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് ഈ സോപ്പ് ഞാൻ ഈ ഒരു പാത്രത്തിൽ ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സോപ്പൊക്കെ ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതൊന്ന് ചൂടാറാൻ വെക്കുകയാണ്. ഇത് നല്ല പോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് ഈ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ആ നാരങ്ങ ഞാൻ മുറിച്ചിട്ട് നമുക്ക് കുരു ഒന്നും ചാടാതെ ഞാൻ ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡയും നാരങ്ങയൊക്കെ നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ആ ബോട്ടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമുക്ക് ഒരുപാട് നാൾ പാത്രമൊക്കെ ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. ഈ ഒരു കുപ്പിയിൽ ഇത്രത്തോളം ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇത് വേറൊരു ചെറിയ ബോട്ടിലേക്ക് ആക്കുകയാണ്. കാരണം ഇതിന് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ നമ്മൾ പാത്രം കഴുകാൻ എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ നേരത്തെയൊക്കെ ഉപയോഗിച്ചിരുന്ന ഡിഷ് വാഷിൻ്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഈസി ആയിട്ട് പാത്രം കഴുകിയെടുക്കാൻ എന്ന് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തുള്ള വേസ്റ്റൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ലിക്വിഡ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ പാത്രത്തിലും ആവത്തക്ക വിധം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ നല്ല പതയൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് ഒരു 10 രൂപയുടെ വിം ബാർ കൊണ്ട് 2 ആഴ്ച കൂടുതൽ പാത്രം കഴുകാനുള്ള ഒരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.